നല്ല മഴയുള്ള ദിവസം ഞങ്ങൾ കല്യാണത്തിനൊന്നും പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ല കേട്ടോ. കാരണം വീട്ടിലേക്ക് പറമ്പിലൊക്കെ നിറയെ വെള്ളം വന്ന് ദ്വീപ് പോലെ ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഗതാഗതമൊക്കെ നിർത്തലാക്കിയിട്ടുണ്ട്. കാരണം നമ്മളെ വണ്ടിയൊക്കെ വീട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ. സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. കാരണം ഇനി റോട്ടിലൂടെ ഒന്നും വെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി പോകാൻ പറ്റില്ല. കാരണം റോഡ് ഏതാ പറമ്പ് ഏതാന്ന് അറിയാത്ത കോലത്തിലായിട്ടുണ്ട് കേട്ടോ. ആ ഒരു രൂപത്തിൽ നമ്മൾ എന്താ പറയുക, ഇവിടെ അടുത്തുള്ള പുഴ നിറഞ്ഞൊഴുകിയാലാണ് നമുക്കത് വീട്ടിലോട്ട് വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കണം. അപ്പം ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കൂടി മഴയൊന്ന് നിന്നപ്പോൾ എന്താ പറയുക, പുഴയിലൊക്കെ അടുത്തുള്ള പുഴയും തോടൊക്കെ ഒന്ന് വെള്ളം ഇറങ്ങുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് എടുത്തു വയ്ക്കലൊക്കെ നിർത്തി. അപ്പോൾ പിന്നെ തൊട്ടടുത്തുള്ള കല്യാണത്തിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്തുള്ള കല്യാണം അവരെ വീടും തന്നെ വെള്ളത്തിലായി പോകുമെന്നുള്ളത് അവർ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അവർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടാണ്. വീട്ടിൽ അത്രയ്ക്കുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓഡിറ്റോറിയത്തിലാണ് കല്യാണം, അവിടേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുകൊണ്ട് തന്നെ ഈ ജീപ്പിലാണ് പോകുന്നത്. ഇത് അടുത്തുള്ള ജീപ്പാണ് കേട്ടോ, അടുത്തുള്ള വീട്ടിലെ ആളുടെ ജീപ്പാണ്. ജീപ്പ് പിന്നെ നല്ല ടയർ ഉയർച്ച ഉള്ളത് കൊണ്ട് തന്നെ ജീപ്പിൽ പോവാം. അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തി. കല്യാണ വീട്ടിൽ മണ്ഡപമൊക്കെ നല്ല അടിപൊളിയായിട്ട് അണിയിച്ചൊരുക്കി അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ടായിരുന്നു. വെൽക്കം ഡ്രിങ്ക് അവർ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ജ്യൂസ് ഒഴിവാക്കി ബദാം ഷേക്കായിരുന്നു, അടിപൊളിയായിരുന്നു. അതൊക്കെ ചൂടോടെ കുടിച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് പെണ്ണിനെയൊക്കെ ഒന്ന് കണ്ട് ഉള്ളിലോട്ട് കയറി എന്നതിന് ശേഷമാണ് നമ്മൾ എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്തായിട്ടുള്ളതാണ്. അടിപൊളി വ്യൂ ആയപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ബീഫ് മന്തി, റോസ്റ്റ്, സാലഡ്, നല്ലൊരു മഞ്ഞ കളറിലുള്ള ഒരു ഉപ്പിലിട്ട നാരങ്ങയുടെ അത് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ചൂട് ബിരിയാണിയും അതിനിടയിൽ ബിരിയാണി കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള കട്ടനും കുടിച്ചിട്ട് ഫുഡ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ കണ്ടു കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഒരുപാട് പേര് ഇന്ന് കേരളം വെള്ളത്തിലാണ്. നമ്മുടെ നാട് പ്രദേശങ്ങളിൽ എല്ലായിടത്തും, ഇവിടെ തന്നെ അടുത്ത ഭാഗത്തൊക്കെ വെള്ളത്തിലായിട്ടുണ്ട്. ഇത് വല്ലാത്തൊരു ദുരിതമാണ്. മഴ കാണാൻ ഇഷ്ടമാണ്, പക്ഷേ മഴ കൂടുതലായാൽ ഇതാണ് അവസ്ഥ. എല്ലാവരും സേഫായിട്ടും അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ലാതിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. ഉയർച്ചുള്ള ഭാഗങ്ങളിലൊന്നും വെള്ളം വരില്ല, പക്ഷേ വെള്ളം വരാത്തവർക്കായാലും